بعارض جاد أو خلت البطاح بها سيبا من اليم أو سيلا من العارم. ഇതിന്റെ തൊട്ടുമുമ്പുള്ള വരിയിൽ പറഞ്ഞത് വരണ്ട കാലത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന കാരണം മഴ ലഭിച്ചു എന്നാണ്. ആ വരണ്ട കാലത്ത് ജീവിപ്പിച്ചു എന്നാണ്. അതെങ്ങനെയാണ് മഴ ലഭിച്ചത്? ബി ആരിദിൻ ജാദ, കുത്തിച്ചൊരിയുന്ന മേഘം കാരണമായിട്ടാണ്. അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മേഘത്തിന്റെ മഴക്കാറിന്റെ ഒരു ശകലം പോലുമില്ല. എന്നിരിക്കെ ആ പ്രാർത്ഥന തീരുമ്പോഴേക്കും മേഘങ്ങൾ ഒരുമിച്ചുകൂടി തുരുതുരാ മഴ വർഷിക്കുകയാണ്. അങ്ങനെ ഔ ഹിൽത്ത, നിനക്ക് തോന്നിപ്പോകുന്നത് വരെ ആ മഴ പെയ്തു. അൽ ബിത്വാഹ ബിഹ, അവിടെയുള്ള മരുഭൂമിയിൽ സൈബം മിനൽ യമ്മി, കടലിൽ നിന്നുള്ള സുനാമി ഈ മരുഭൂമിയിലേക്ക് ആഞ്ഞടിച്ചതാണോ? ഔ സൈലം മിനൽ ആരിമി, അതല്ലെങ്കിൽ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് കുത്തിയൊഴുകിയതാണോ എന്ന് തോന്നിക്കുമാർ ആ മഴ പെയ്തു. അത് കഴിഞ്ഞ വരിയിൽ തന്നെ നമ്മൾ പറഞ്ഞു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ റഅയ്ന ശംസ സബഅ, 7 ദിവസത്തിന് പിന്നെ ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതുവരെ ഈ ഫസ്ലിൽ നമ്മൾ സംസാരിച്ചത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ സംബന്ധിച്ചാണ്. ഈ വരിയോടുകൂടെ ഈ ഫസ്ൽ അവസാനിക്കുകയാണ്. 6ാമത്തെ ഫസ്ലിൽ പറയുന്നത് ഖുർആനിന്റെ മഹത്വമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ ഖുർആനിനെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളെ കുറിച്ചാണ് ഇനി വരുന്ന 6ാമത്തെ ഫസ്ലിൽ മഹാനവറുകൾ പറയുന്നത്.